ഇത്തിരി സമയം കൊണ്ട് ഒത്തിരി ടേസ്റ്റുള്ള ഹൽവ വേണ്ടേ? ബീറ്റ്റൂട്ട് ഹൽവ ഉടനെ ഉണ്ടാക്കി നോക്കൂ. വെറും 35 മിനിറ്റ്സും കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മാത്രമേ ഇതിനാവശ്യമുള്ളൂ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ് ഈ ഹൽവ. സോറി, എന്നെപ്പോലുള്ള ഷുഗർ പേഷ്യൻറ്റിന് അത്ര ഹെൽത്തി അല്ല കേട്ടോ. എന്നാലും ആഗ്രഹത്തിനൊരു പീസ് കഴിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ബീറ്റ്റൂട്ട് ഹൽവയാണ് ഇന്നത്തെ റെസിപ്പി. ഈ ഹൽവ ചെയ്യാനായിക്കൊണ്ട് 300 ഗ്രാം വെയിറ്റുള്ള ഒരു ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. 1 കപ്പ് കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏലക്കായ ചേർത്ത് പൊടിച്ച പൗഡേർഡ് ഷുഗറാണ്. 1.5 കപ്പുണ്ട്. അതിൻ്റെ 6 ഏലക്കായ തൊണ്ട് കളഞ്ഞിട്ടാണ് ഇതിൻ്റെ ചേർത്തിട്ടുള്ളത്. ബീറ്റ്റൂട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം തന്നെ 1.5 കപ്പ് ഷുഗർ പൊടിച്ചെടുത്ത അതേ മിക്സി ജാറിലാണ് ഞാൻ ഈ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് അരിപ്പയിലൂടെ അരിച്ച് പിഴിഞ്ഞെടുക്കുക. വീണ്ടും 1 കപ്പ് വെള്ളം ചേർക്കുക. അങ്ങനെ 3 തവണയായിട്ട് അരിച്ചെടുക്കണം. ഇത് ബീറ്റ്റൂട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അരച്ചെടുത്തതാണിത്. ഇതിൽ ജ്യൂസൊക്കെ പിഴിഞ്ഞെടുത്ത ശേഷം ഇതിൻ്റെ വേസ്റ്റിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഞെരടി പിഴിഞ്ഞ് അരിച്ചെടുക്കണം. 2 തവണയായി അരിച്ചെടുത്ത ജ്യൂസ് ഞാനെല്ലാം വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരിച്ചെടുത്തു. കാരണം ഇതിൽ കരടൊന്നും പെടാൻ പാടില്ല. പ്യൂർ ജ്യൂസ് റെഡി. 3 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1 കപ്പ് കോൺഫ്ലോറും 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കേണ്ടതുണ്ട്. ഏലക്കായ ചേർത്ത് പൊടിച്ച ഷുഗർ പൗഡറും പിന്നെ നമ്മുടെ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കരടൊന്നുമില്ലാതെ മിക്സ് ചെയ്യാം. ഹൽവയുടെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. ഏതാണ്ട് ഒരു 30-35 മിനിറ്റ്സ് വേണ്ടി വരും. ഫ്ലെയിം സിമ്മിലായിരിക്കണം. പിന്നെ കൈവെക്കാതെ ഇളക്കണം. ഇതില്ലെങ്കിൽ അടിയിൽ കോൺഫ്ലോർ ഉള്ളതാണ്, അടി പോയി പിടിച്ചു പോകും. പെട്ടെന്ന് തന്നെ കുറുകി കട്ടിയാവാൻ തുടങ്ങും. ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു, ഈ ഹൽവ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. അപ്പം ഈ കുറുകി തുടങ്ങുമ്പോൾ നമ്മൾ ഓരോ ടീസ്പൂൺ നെയ്യ് അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇടയ്ക്കിടെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചേർക്കുന്ന ഇഷ്ടമില്ലാത്തവർക്കും അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ലാത്തവർക്കും വെളിച്ചെണ്ണ ചേർത്തും ചെയ്യാൻ പറ്റും. രുചിയിൽ അല്പം കുറവ് കാണുമെന്നേ ഉള്ളൂ. ഹൽവ മുറുകി വരുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൈക്ക് നല്ലൊരു എക്സസൈസാണ്. പക്ഷെ ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, കൈമാറി ഇളക്കാൻ. എനിക്ക് മോളുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. ഏതാണ്ട് നമ്മുടെ ഹൽവ റെഡിയാവാനായിട്ടുണ്ട്. പിന്നെ ഞാൻ നെയ്യ് മുഴുവനായിട്ടും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഇളക്കി അത് നല്ലോണം മുറുകി വരണം. സൈഡിൽ നിന്നൊക്കെ പണ്ടേ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ആയിട്ടില്ല. അതിൻ്റെ പാകം നോക്കുക. കയ്യിലെടുത്തിട്ടൊന്ന് നമുക്കൊരു വായിലിട്ട് ചവച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അതിൻ്റെ നാവിൽ നിന്ന് ഉരസുന്നില്ലെങ്കിൽ നല്ലൊരു കുറച്ച് ചെറിയൊരു റബ്ബറി ടൈപ്പായി വരണം. 1-2 മിനിറ്റ് കൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്യും. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അതിൻ്റെ ബീറ്റ്റൂട്ടിൻ്റെ റെഡ് കളർ മാറി നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ബീറ്റ്റൂട്ട് ഹൽവ ഷേപ്പ് ചെയ്യാനായിക്കൊണ്ട് ഞാൻ ഗ്ലാസ് ബൗൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് അയാളൊന്ന് ചാടിപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഈ ഹൽവ ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഇന്നാണത് കട്ട് ചെയ്യാൻ നോക്കിയത്. അപ്പോഴേക്കൊക്കെ നെയ്യൊക്കെ അങ്ങനെ ആറിയിട്ട്, ഇപ്പോൾ തണുപ്പാണല്ലോ ഇവിടെ, അതുകൊണ്ട് നല്ല ആറി പിടിച്ച് വന്നിട്ടുണ്ട് നെയ്യൊക്കെ ഊറിയിട്ട്. നമുക്ക് കുറച്ചധികം നെയ്യ് ബാക്കി വരും. അതിങ്ങനെ വിരകി എടുത്ത് കഴിഞ്ഞ സമയത്ത് ആ സമയത്ത് ഞാൻ കുറച്ച് ഊറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാടായി പോവും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹലുവയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൽ മായങ്ങളൊന്നുമില്ല, ഒന്നും ചേരുന്നില്ല. പിന്നെ ബീറ്റ്റൂട്ട് വളരെ നല്ലതാണ്. നല്ല ബ്ലഡ് വെക്കാനൊക്കെ വളരെ നല്ലതാണ്. ഷുഗർ കുറച്ച് ഡേഞ്ചറാണ്, അത്രയേ ഉള്ളൂ പ്രശ്നം. നമുക്ക് ഈ ബീറ്റ്റൂട്ട് കൊണ്ട് തന്നെ വേറെ തരത്തിലൊരു ഹൽവയും ചെയ്യാം. നമ്മൾ കാരറ്റ് ഹൽവ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അത് ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നു പോയതാണ്. ഇതിൽ ചേർക്കാൻ വെച്ച നുറുക്കിയ കാഷ്യൂ നട്ട്സും ആൽമണ്ട് ഫ്ലേക്സൊക്കെ ഇടാൻ മറന്നുപോയി.
അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് ഒരു ഡെക്കറേഷൻ ചെയ്യാൻ മാത്രം വെച്ചതാണ്. ആദ്യമേ നമ്മൾ ഇടേണ്ടതാണത്. നിങ്ങളെന്തായാലും മറന്നു പോകാതിരിക്കാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയതാണ്. ആദ്യം നമുക്ക് ഇത് മുറുകി വരുന്നതിന് മുന്നേ തന്നെ നമ്മളത് ചേർക്കണം. ഈ ഹൽവ ചെയ്യാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഉണ്ട്. എനിക്കൊരു 1.5 കിലോ വെയിറ്റുള്ള ഹൽവയാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നിങ്ങളും എന്തായാലും ചെയ്ത് നോക്കൂ. ഒരു 35 മിനിറ്റ്സ് അല്ലേ വേണ്ടുള്ളൂ. പിന്നെ ഇൻഗ്രീഡിയൻസും അത്ര കൂടുതലൊന്നുമില്ല. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ ബീട്രൂട്ട് ഹൽവയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.